ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. അർബുദത്തെ തടയാൻ ചിട്ടയായ ഭക്ഷണക്രമങ്ങളും ജീവിതചര്യകളുമാണ് ഏറ്റവും ഫലപ്രദമാകുന്നത്. രോഗം വന്നതിനു ശേഷം കൃത്യമായ ചികിത്സയും അനിവാര്യം. ക്യാൻസറിനെ കുറിച്ചുള്ള മിഥ്യാധാരണകൾക്കും സംശയങ്ങൾക്കും വ്യക്തമായ മറുപടി നൽകുകയാണ് ബോധവൽക്കരണ പരിപാടികൾ. പ്രധാന വാർത്തകളിലേക്ക്. സർക്കാരിന്റെ നിഷേധാത്മക നിലപാടിൽ പ്രതിഷേധിച്ച് വ്യാപാരികൾ കടകളടച്ച് പണിമുടക്കി. നഗരത്തിൽ പണിമുടക്ക് പൂർണ്ണം. ദേശീയ നഗര ഉപജീവന മിഷൻ പദ്ധതിയിൽ ഉൾപ്പെട്ട റിവോൾവിംഗ് ഫണ്ടുകൾ വിതരണം ചെയ്തു. ലക്ഷ്യം നഗര ദരിദ്രരുടെ പ്രശ്നങ്ങൾ ലഘൂകരിക്കൽ. ക്യാൻസറിനെ കുറിച്ചുള്ള മിഥ്യാധാരണകൾക്ക് ദൂരീകരണം നൽകി ക്യാൻസർ ബോധവൽക്കരണ പരിപാടികൾ കോഴിക്കോട്ട്. വാർത്തകൾ വിശദമായി. വ്യാപാരികളോട് സർക്കാർ കാട്ടുന്ന നിഷേധാത്മക നിലപാടിൽ പ്രതിഷേധിച്ച് വ്യാപാരികൾ കടകളടച്ച് സമരം നടത്തി. നഗരത്തിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതൃത്വത്തിൽ നടന്ന സമരം പൂർണ്ണമായിരുന്നു. കച്ചവടക്കാർക്ക് ജോലിസ്ഥിരത ഉറപ്പുവരുത്തും വിധം വാടക കുടിയാൻ നിയമം നടപ്പിലാക്കണമെന്നതുൾപ്പെടെയുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആഹ്വാനം ചെയ്ത പണിമുടക്കിൽ സംസ്ഥാനത്തെ ഒട്ടുമിക്ക കടകമ്പോളങ്ങളും അടഞ്ഞുകിടന്നു. കോഴിക്കോട് നഗരത്തിൽ പണിമുടക്ക് ഏറെക്കുറെ പൂർണ്ണമായിരുന്നു. മരുന്നു ഷോപ്പുകളും ഹോട്ടലുകളും സമരത്തിൽ പങ്കെടുക്കുന്നില്ലെന്ന് ഏകോപന സമിതി സംസ്ഥാന അധ്യക്ഷൻ ടി നസുദ്ദീൻ നേരത്തെ അറിയിച്ചിരുന്നു. അനാവശ്യമായ നികുതി വർധന, ഉദ്യോഗസ്ഥ പരിശോധന എന്നിവയിൽ പ്രതിഷേധിച്ചും ജന്മിക്കുടിയാൻ നിയമം പരിഷ്കരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു സമരം നടത്തിയത്. ഇതിന്റെ ഭാഗമായി തൃശൂരിൽ സമരപ്രഖ്യാപന കൺവെൻഷൻ നടന്നു. ജീവിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യമുയർത്തി നടന്ന സമരപ്രഖ്യാപന കൺവെൻഷനിൽ പങ്കെടുക്കുവാൻ കോഴിക്കോട് ജില്ലയിലെ 13 നിയോജക മണ്ഡലങ്ങളിൽപ്പെട്ട 368 യൂണിറ്റുകളിൽ നിന്നായി 15,000-ഓളം പ്രതിനിധികളാണ് തൃശൂരിലേക്ക് പോയത്. വ്യാപാര മേഖലയിലെ പ്രശ്നങ്ങൾക്ക് അടിയന്തരമായി പരിഹാരം കാണാൻ സർക്കാർ ശ്രമിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുവാനാണ് വ്യാപാര സമൂഹത്തിന്റെ തീരുമാനം. ഇതിന്റെ ആദ്യപടിയായാണ് സംസ്ഥാന വ്യാപകമായി വ്യാപാരികൾ കടകളടച്ച് പണിമുടക്കി സമരപ്രഖ്യാപന കൺവെൻഷനിൽ പങ്കെടുത്തത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേരള റിയൽ എസ്റ്റേറ്റ് വർക്കേഴ്സ് യൂണിയൻ KRWU-വിന്റെ 5ാമത് കോഴിക്കോട് ജില്ലാ സമ്മേളനം ടൌൺഹാളിൽ നടന്നു. പ്രതിനിധി സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് കെ മോഹനൻ ഉദ്ഘാടനം ചെയ്തു. വസ്തു കച്ചവട രംഗത്ത് ഇടനിലക്കാരായി പ്രവർത്തിക്കുന്ന തൊഴിലാളികളുടെ സംഘടനയാണ് കേരള റിയൽ എസ്റ്റേറ്റ് വർക്കേഴ്സ് യൂണിയൻ. ജാതി മത രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി അംഗങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ നേടിയെടുക്കാനാണ് സംഘടന പ്രവർത്തിക്കുന്നത്. റിയൽ എസ്റ്റേറ്റ് തൊഴിലാളികൾക്കുള്ള തൊഴിൽ കാർഡ് അംഗീകരിച്ച് നടപ്പാക്കുക, റിയൽ എസ്റ്റേറ്റ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി നടപ്പാക്കുക, ഭൂമി വസ്തു രജിസ്റ്റർ ചെയ്യുമ്പോൾ അംഗീകൃത തൊഴിലാളികളെ മാത്രം സാക്ഷികളായി പരിഗണിക്കുക, റിയൽ എസ്റ്റേറ്റ് തൊഴിലാളികളുടെ പ്രതിഫലം ഏകീകരിച്ച് ഉറപ്പുവരുത്തുക തുടങ്ങിയ സുപ്രധാന ആവശ്യങ്ങൾ സംഘടന ഇപ്പോൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് 5ാമത് കോഴിക്കോട് ജില്ലാ സമ്മേളനം നടക്കുന്നത്. അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനും സംഘടനയെ ശക്തിപ്പെടുത്തുന്നതിനുമുള്ള ഭാവി പരിപാടികൾ സമ്മേളനം ചർച്ച ചെയ്തു. കോഴിക്കോട് ടൌൺഹാളിൽ നടന്ന പ്രതിനിധി സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് കെ മോഹനൻ ഉദ്ഘാടനം ചെയ്തു. പഴയ ഈ മേഖലയിലെ തൊഴിലാളികൾ ഇനി അടിമത്തപ്പണി അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഈ അടിമത്തപ്പണി നമ്മുടെ കേരള റിയൽ എസ്റ്റേറ്റ് വർക്കേഴ്സിന് ഇന്നും നിലകൊള്ളിക്കുന്നുണ്ട്. അത് തുടച്ചു മാറ്റാൻ ജില്ലാ പ്രസിഡന്റ് ടി പി സഹീർ അധ്യക്ഷനായിരുന്നു. PV അലി, പ്രകാശൻ ഏറാടി, കമറുദ്ദീൻ തുടങ്ങിയവർ വിവിധ റിപ്പോർട്ടുകൾ അവതരിപ്പിച്ചു. ശിവാനന്ദൻ നായർ, KP അബൂബക്കർ എന്നിവരും സംസാരിച്ചു. കോഴിക്കോട് നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ അയൽക്കൂട്ടങ്ങൾക്കും ഏരിയ ലെവൽ ഫെഡറേഷനുകൾക്കും റിവോൾവിംഗ് ഫണ്ട് വിതരണം ചെയ്തു. കോർപ്പറേഷൻ കുടുംബശ്രീ ഹാളിൽ നടന്ന പരിപാടി VKC മുഹമ്മദ് കോയ ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ ദേശീയ നഗര ഉപജീവന മിഷന്റെ ഭാഗമായി അയൽക്കൂട്ടങ്ങൾക്കും ഏരിയ ലെവൽ ഫെഡറേഷനുകൾക്കും റിവോൾവിംഗ് ഫണ്ട് വിതരണം ചെയ്തു. കോർപ്പറേഷൻ കുടുംബശ്രീ ഹാളിൽ നടന്ന ചടങ്ങ് മേയർ VKC മുഹമ്മദ് കോയ ഉദ്ഘാടനം ചെയ്തു.
നഗരദരിദ്രരുടെ ഉയർന്നുവരുന്ന പുതിയ പ്രശ്നങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിക്കാൻ കഴിയുന്ന ഒരു പദ്ധതിയാണ് ദേശീയ നഗര ഉപജീവന മിഷൻ. സ്വയം സഹായ സംഘങ്ങൾ പോലെയുള്ള ശക്തമായ അടിസ്ഥാനതല പ്രസ്ഥാനങ്ങൾ കെട്ടിപ്പടുത്ത് ലാഭകരമായ സ്വയം തൊഴിൽ പദ്ധതികളോ മെച്ചപ്പെട്ട വേതനം ലഭിക്കുന്ന വിദഗ്ധ തൊഴിലവസരങ്ങളോ ലഭിക്കുവാൻ നഗരദരിദ്രരെ പ്രാപ്തരാക്കി അവരുടെ ദാരിദ്ര്യവും ദുർബലതകളും ലഘൂകരിക്കുവാൻ നഗര ഉപജീവന മിഷൻ വിഭാവനം ചെയ്യുന്നു. മുമ്പ് റിവോൾവിംഗ് ഫണ്ട് ലഭിച്ചിട്ടില്ലാത്ത സ്വയം സഹായ സംഘങ്ങൾക്കാണ് 10,000 രൂപ റിവോൾവിംഗ് ഫണ്ടായി നൽകിയത്. ഏരിയ ലെവൽ ഫെഡറേഷനുകൾക്കും അവരുടെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടുപോകുന്നതിനായി 50,000 രൂപ റിവോൾവിംഗ് ഫണ്ടായി നൽകി. ചടങ്ങിൽ ഡെപ്യൂട്ടി മേയർ മീര ദർശക് അധ്യക്ഷത വഹിച്ചു. മുൻ മേയർ AK പ്രേമജം, വികസനകാര്യ സ്റ്റാൻഡിംഗ് സമിതി ചെയർമാൻ PC രാജൻ, ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് സമിതി ചെയർമാൻ KV ബാബുരാജ്, വിദ്യാഭ്യാസ കായിക സ്ഥിരം സമിതി ചെയർമാൻ M രാധാകൃഷ്ണൻ മാസ്റ്റർ, കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ TP മുഹമ്മദ് ബഷീർ, നോർത്ത് CDS ചെയർപേഴ്സൺ ഷീജ, സൌത്ത് CDS ചെയർപേഴ്സൺ പ്രമീള ദേവദാസ്, NULM സിറ്റി പ്രൊജക്ട് ഓഫീസർ പ്രമോദ് K, ചെയർപേഴ്സൺ അനിത രാജൻ തുടങ്ങിയവരും പങ്കെടുത്തു. ക്യാൻസറിനെ കുറിച്ച് അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ സംഘടിപ്പിക്കുന്ന സുഹൃത സഞ്ചാരം ബോധവൽക്കരണ യാത്രയ്ക്ക് കോഴിക്കോട്ട് സ്വീകരണം. പുതിയ സ്റ്റാൻഡ് പരിസരത്ത് ഡെപ്യൂട്ടി മേയർ മീര ദർശക് ഉദ്ഘാടനം ചെയ്തു. ക്യാൻസർ ആരംഭത്തിലെ കണ്ടുപിടിക്കുന്നതെങ്ങനെ, സൌജന്യമായ ചികിത്സ ലഭിക്കുന്ന ആശുപത്രികൾ, സൌജന്യ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നത് എങ്ങനെ എന്നിവ സംബന്ധിച്ച് പൊതുജനങ്ങളിൽ അവബോധമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ സുഹൃത സഞ്ചാരം ക്യാൻസർ ബോധവൽക്കരണ യാത്ര സംഘടിപ്പിച്ചതെന്ന് JCI കോഴിക്കോട് പ്രസിഡന്റ് അയന ടോംടൺ പറഞ്ഞു. കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന സ്വീകരണ യോഗം ഡെപ്യൂട്ടി മേയർ മീര ദർശക് ഉദ്ഘാടനം ചെയ്തു. അയന ടോംടൺ അധ്യക്ഷം വഹിച്ചു. മലബാർ ഹോസ്പിറ്റൽസ് MD ഡോക്ടർ PA ലളിത, സുപ്രഭാതം ചീഫ് എഡിറ്റർ നവാസ് പൂനൂർ, JCI സെക്രട്ടറി രാകേഷ് മേനോൻ, അറാഫത്ത് എന്നിവർ സംസാരിച്ചു. ഫെബ്രുവരി 13 കാസർഗോഡ് നിന്നും ആരംഭിച്ച ബോധവൽക്കരണ യാത്ര 22 തിരുവനന്തപുരത്ത് സമാപിക്കും. ക്യാൻസറിനെ കുറിച്ചുള്ള ടെലിഫിലിമും പ്രദർശിപ്പിക്കുന്നുണ്ട്. ക്യാൻസറിന്റെ കാര്യകാരണങ്ങൾ സംബന്ധിച്ച് പൊതുജനങ്ങൾക്കിടയിൽ ചില സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ചില ഫലവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, ചെടികൾ തുടങ്ങിയവ ക്യാൻസറിന് കാരണക്കാരായും മറ്റു ചിലവ ക്യാൻസർ മാറ്റുന്ന ദിവ്യ ഔഷധങ്ങളായും പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. മിഥ്യാധാരണകളിൽ അകപ്പെടാതെ ശരിയായ സമയത്ത് ശാസ്ത്രീയ ചികിത്സാ രീതികൾ പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ ക്യാൻസർ പരിപൂർണമായി സുഖപ്പെടുത്താനാവുന്നതാണെന്ന് ബോധവൽക്കരണ യാത്ര പൊതുജനങ്ങളോട് പറയുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പരിഷ്കരിച്ച കെട്ടിട വാടക ബിൽ ഭേദഗതി കൂടാതെ ഉടൻ പാസാക്കണമെന്നാവശ്യപ്പെട്ട് കേരള ബിൽഡിംഗ് ഓണേഴ്സ് വെൽഫെയർ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരത്തിൽ പ്രകടനം നടത്തി. KSRTC പരിസരത്തു നിന്നും ആരംഭിച്ച പ്രകടനം മാനാഞ്ചിറ പരിസരത്ത് സമാപിച്ചു. വർഷങ്ങൾക്ക് മുൻപ് വളരെ കുറഞ്ഞ തുക വാടക നിശ്ചയിച്ച് കെട്ടിടം വാടകയ്ക്കെടുത്തിട്ടുള്ള വാടകക്കാർ കെട്ടിട ഉടമകളെ പലവിധേന പീഡിപ്പിക്കുകയാണ്. കെട്ടിടം ആവശ്യമില്ലെങ്കിൽ പോലും കെട്ടിട ഉടമയ്ക്ക് തിരിച്ചു നൽകാതെ യഥാർത്ഥ വാടകയുടെ 10 ഇരട്ടിയും അതിലധികവും മേൽവാടകയ്ക്ക് നൽകുന്ന പ്രവണതകളാണ് കണ്ടുവരുന്നതെന്ന് ഓൾ കേരള ബിൽഡിംഗ് ഓണേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. അത്യാവശ്യ ഘട്ടത്തിലെങ്കിലും ആവശ്യമായ കാലാവധി അനുവദിച്ചു നൽകിയാലും കെട്ടിടം ഒഴിഞ്ഞുകിട്ടണമെങ്കിൽ ഇക്കാലം അത്രയും തന്ന വാടകയുടെ 10-20 ഇരട്ടിയോളം വാടകക്കാർക്ക് നഷ്ടപരിഹാരമായി നൽകേണ്ട അവസ്ഥയാണ് നിലനിൽക്കുന്നതെന്നും അവർ ആരോപിച്ചു. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കാരണം കോടതികളിൽ ലക്ഷക്കണക്കിന് കേസുകൾ കെട്ടിക്കിടക്കുകയാണ്. ഇതിനൊക്കെ പരിഹാരമാകത്തക്ക വിധത്തിലുള്ളതും വാടക കരാർ രജിസ്റ്റർ ചെയ്യുന്നതിലൂടെ സർക്കാരിന് കോടികളുടെ വാർഷിക വരുമാനം കിട്ടാനുതകുന്നതുമായ പരിഷ്കരിച്ച കെട്ടിട വാടക ബിൽ ഭേദഗതി കൂടാതെ ഉടൻ പാസാക്കേണ്ടതാണെന്നും ഭാരവാഹികൾ പറഞ്ഞു. സംസ്ഥാന പ്രസിഡന്റ് ഇല്യാസ് വടക്കൻ, ജനറൽ സെക്രട്ടറി പ്രേംകുമാർ തൃശൂർ, ട്രഷറർ ഗീവർഗീസ് ആലപ്പുഴ, തയ്യിൽ ഹംസ കോഴിക്കോട്, പഴേരി ഷെരീഫ് ഹാജി പാലക്കാട്, KV അബ്ദുറഹിമാൻ കാസർഗോഡ്, അഡ്വക്കേറ്റ് രാജീവ് വയനാട്, സലാഹുദ്ദീൻ കണ്ണൂർ എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഇടവേള. I need is you by my side, so shine forever, world's finest gold. You will never be far, like stars on the night sky, raining deep in my heart. Chemanur. Bobby Chemanur International Jewelers. നാഷണൽ ഹാൻഡ്ലൂം എക്സ്പോ 2016 കോഴിക്കോട് അരേടത്തുപാലം ഗ്രൗണ്ടിൽ. ഹാൻഡ്വീവ് മൂല്യവർദ്ധിത ഹാൻഡ്ലൂം തുണിത്തരങ്ങൾ, കോട്ടൺ സാരികൾ, സെറ്റ് മുണ്ടുകൾ, ധോത്തികൾ, കൈലികൾ, കിടക്കവിരികൾ, ഫർണിഷിംഗുകൾ, ഫ്ലോർ മാറ്റുകൾ എന്നിവയുടെ വിപുലമായ ശേഖരം. 1000 രൂപയ്ക്ക് മുകളിലുള്ള ഓരോ വിൽപ്പനയ്ക്കും സമ്മാന കൂപ്പൺ. ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലികൾക്ക് 1000 രൂപ വിലയുള്ള കൈത്തറി വസ്ത്രങ്ങൾ സമ്മാനം. 20% സർക്കാർ റിബേറ്റ്.
ആഴ്ചതോറുമുള്ള നറുക്കെടുപ്പിലൂടെ മെഗാ സമ്മാനങ്ങൾ. നാഷണൽ ഹാൻഡ്ലൂം എക്സ്പോ 2016 കോഴിക്കോട് അരയടത്ത് പാലം ഗ്രൗണ്ടിൽ മാർച്ച് 5 വരെ മാത്രം. വരൂ വരൂ. എന്താ വേണ്ടത് മാഡം? ബാംഗിൾസ് ഒന്ന് നോക്കണം. ഓ പിന്നെന്താ, നിറയെ പഴയ കടയാ, എല്ലാ ഡിസൈൻസ് ഇവിടെ ഉണ്ടാവും. ഇത് നോക്ക. കുറച്ചുകൂടെ ബെറ്റർ. ഓ പിന്നെന്താ. എനിത്തിങ് ട്രെൻഡി ആൻഡ് മോഡേൺ? ഓ ഉണ്ടല്ലോ, ആയിരക്കണക്കിന്. അതെ, ഇവിടെ അല്ല, മലബാർ ഗോൾഡൻ ഡയമണ്ടില് അഴകേറും ആയിരക്കണക്കിന് വളകളുടെ ഉത്സവം. ബ്രൈഡൽ വെയർ, പാർട്ടി വെയർ, ഡെയിലി വെയർ ഡിസൈനുകൾ. ഗ്രാമിന് 100 രൂപ എക്സ്ചേഞ്ച് ഓഫർ. അഡ്വാൻസ് ബുക്കിംഗിന് പ്രത്യേക ആനുകൂല്യങ്ങൾ. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ മാത്രം. വാർത്തകൾ തുടരുന്നു. ഭിന്നശേഷിക്കാരുടെ ക്ഷേമ പെൻഷൻ മുമ്പുണ്ടായിരുന്ന പോലെ തപാൽ മാർഗം വീട്ടിലെത്തിക്കാൻ നടപടികൾ സ്വീകരിക്കണമെന്ന് ഡിഫറന്റ്ലി ഏബിൾഡ് പേഴ്സൺസ് വെൽഫെയർ ഫെഡറേഷൻ ആവശ്യപ്പെട്ടു. അംഗപരിമിതരായവരെ പെൻഷൻ കൈപ്പറ്റാനായി ബുദ്ധിമുട്ടിക്കുന്നത് മനുഷ്യാവകാശ ലംഘനമാണെന്നും അവർ പറഞ്ഞു. ഇപ്പൊ അത് രണ്ടുമല്ല, പോസ്റ്റ് ഓഫീസ് പറ്റിച്ചതാണ് എന്ന് പറഞ്ഞ് വെറുതെ ഒരു പഴി ചാരിയിട്ട്, കേരള ഗവൺമെന്റിന്റെ കയ്യിൽ കാശില്ലാത്തതുകൊണ്ടായിരിക്കാം, പഴി ചാരിയിട്ട് ഇപ്പം നേരിട്ട് ചെക്ക് കൊടുത്തു എന്ന് പറഞ്ഞ് ഒരു പ്രഹസനം നടത്തിയിട്ട് ജനങ്ങളെ അങ്ങോട്ട് വിളിച്ചു വരുത്താൻ. എങ്ങനെയാ വയ്യാത്തൊരാൾ 1000, 500, 1000 രൂപയ്ക്ക് പോണെങ്കിൽ ഒരു ഓട്ടോ പിടിച്ചു പോകണം? കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, പഞ്ചായത്തുകൾ എന്നീ സ്ഥാപനങ്ങളിലൂടെ വിതരണം ചെയ്യുന്ന ക്ഷേമ പെൻഷൻ ചെക്കുകൾ കൈപ്പറ്റാൻ അംഗപരിമിതരായവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസകരമാണെന്ന് ഡിഫറന്റ്ലി ഏബിൾഡ് പേഴ്സൺസ് വെൽഫെയർ ഫെഡറേഷൻ ഭാരവാഹികൾ പറഞ്ഞു. മാനസിക രോഗികൾ, ഓട്ടിസം ബാധിച്ചവർ, ശാരീരിക വൈകല്യമുള്ളവർ ഇവരെല്ലാം വീടിനുള്ളിൽ കഴിഞ്ഞുകൂടുന്ന ഹതഭാഗ്യരാണ്. ഇവരുടെ പെൻഷൻ നേരത്തെ വിതരണം ചെയ്ത പോലെ തപാൽ വഴി തന്നെ വീട്ടിലെത്തിക്കാൻ നടപടി സ്വീകരിക്കണമെന്നും അവർ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. പാർശ്വവൽക്കരിക്കപ്പെട്ട ഈ വിഭാഗത്തെ ഓൺലൈൻ പദ്ധതിയിൽ നിന്നും ഒഴിവാക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. ഇക്കാര്യത്തിൽ അനുകൂല നടപടിയുണ്ടായില്ലെങ്കിൽ സംസ്ഥാന വ്യാപകമായി കളക്ടറേറ്റിൽ ധർണാ സമരം സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികളായ ഗിരീഷ് കീർത്തി, കെ ഓമന, വി കെ രാമൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കോഴിക്കോട്ട് വൻ പുകയില വേട്ട. കൊയിലാണ്ടി റെയിൽവേ സ്റ്റേഷൻ പരിസരത്തു നിന്നും 400 കിലോ പുകയില ഉൽപ്പന്നങ്ങളാണ് ഷാഡോ പോലീസ് പിടിച്ചെടുത്തത്. ജില്ലയുടെ വിവിധയിടങ്ങളിൽ വൻതോതിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യുന്ന പ്രധാന കണ്ണിയായ സുബേറിനെയും കസ്റ്റഡിയിലെടുത്തു. ലക്ഷങ്ങൾ വിലയുള്ള 400 കിലോ പുകയില ഉൽപ്പന്നങ്ങളാണ് കൊയിലാണ്ടിയിൽ നിന്നും പിടികൂടിയത്. ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വടകര റൂറൽ എസ് പിക്ക് കിട്ടിയ രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഷാഡോ പോലീസ് പരിശോധന നടത്തിയത്. മംഗലാപുരത്തു നിന്നും കോഴിക്കോട് ഭാഗത്തേക്ക് ട്രെയിൻ മാർഗമാണ് പുകയില ഉൽപ്പന്നങ്ങൾ കടത്താൻ ശ്രമിച്ചത്. കൊയിലാണ്ടി റെയിൽവേ സ്റ്റേഷനിൽ ഇറക്കി ഗുഡ്സ് ഓട്ടോയിൽ കയറ്റുന്നതിനിടെയാണ് ഷാഡോ പോലീസ് കോഴിക്കോട് പറമ്പിൽ ബസാർ സ്വദേശി സുബൈറിനെ അറസ്റ്റ് ചെയ്തത്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് പുകയില ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യുന്ന പ്രധാന കണ്ണിയാണ് ഇയാളെന്ന് പോലീസ് പറഞ്ഞു. 8 ഇനങ്ങളിലെ പുകയില ഉൽപ്പന്നങ്ങളാണ് ഷാഡോ പോലീസ് പിടികൂടിയത്. ഇത് കടത്താനായി ഉപയോഗിച്ചിരുന്ന ഗുഡ്സ് ഓട്ടോയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊയിലാണ്ടി. നഗരം ONVയെ അനുസ്മരിച്ചു. ONV ഇനി കവിതയായി ജനമനസ്സുകളിൽ ജീവിക്കുമെന്ന് കോഴിക്കോട് കോർപ്പറേഷൻ കൌൺസിൽ അഭിപ്രായപ്പെട്ടു. മേയർ VKC മുഹമ്മദ് കോയ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. കവിയും ഗാനരചയിതാവുമായിരുന്ന ONV കുറുപ്പിന്റെ നിര്യാണത്തിൽ കോഴിക്കോടിന്റെ പൌരാവലി അനുശോചിച്ചു. കോർപ്പറേഷന്റെ ആഭിമുഖ്യത്തിൽ ടൌൺഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ മേയർ VKC മുഹമ്മദ് കോയ അധ്യക്ഷനായിരുന്നു. കൈരളിയുടെ കാവ്യസൂര്യൻ ഇനി കവിതയായി ജനമനസ്സുകളിൽ ജീവിക്കുമെന്ന് മേയർ അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. നമ്മുടെ ഭാഷയെ, സാഹിത്യത്തെ, സംസ്കാരത്തെയൊക്കെ ഇത്രമേൽ സമ്പന്നമാക്കിയ കാവ്യ വ്യക്തിത്വങ്ങൾ അധികമില്ല. നമ്മെ വിട്ടുപിരിഞ്ഞ മഹാകവി, അങ്ങയുടെ ദിവ്യമഹത്വം ഞങ്ങൾ തിരിച്ചറിയുന്നു. മലയാള ഭാഷയുള്ള കാലം വരെ അങ്ങ് വിസ്മരിക്കപ്പെടില്ല. മഹാകവി ONVയുടെ ദേഹവിയോഗത്തിൽ ദുഃഖിക്കുന്ന ജനകൂടുകൾക്കൊപ്പം കോഴിക്കോട്ടെ പൗരാവലി അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നു. ഡോക്ടർ A. അച്യുതൻ, PR നാഥൻ, TP ദാസൻ, TV ബാലൻ, KC അബു, ഉമ്മർ പാണ്ഡികശാല, മുക്കം മുഹമ്മദ്, CP ഹമീദ്, ഡോക്ടർ KP മോഹനൻ, PT ആസാദ്, പ്രൊഫസർ ബാലകൃഷ്ണൻ നായർ, കട്ടയാട്ട് വേണുഗോപാൽ, ബാസി മലാപ്പറമ്പ്, M. ഷർമദ് ഖാൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M. രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ONV കുറുപ്പിന്റെ നിര്യാണത്തിൽ ഗൾഫ് ഇന്ത്യൻ കൾച്ചറൽ സെന്റർ യോഗം അനുശോചിച്ചു. മലയത്ത് അപ്പുണ്ണി അധ്യക്ഷനായിരുന്നു. ആറ്റക്കോയ പള്ളിക്കണ്ടി അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. പ്രൊഫസർ വർഗീസ് മാത്യു, PN ശാന്തകുമാരി, പ്രൊഫസർ മുഹമ്മദ് ഹസൻ, KP അബൂബക്കർ, VT അബ്ദുള്ളക്കോയ, ബാലൻ പൊയിൽക്കാവ്, K. സഹദേവൻ, PP അഷ്റഫ്, M. നാരായണൻ എന്നിവർ സംസാരിച്ചു.
മിഡിൽ ഹിൽ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ വീൽ ചെയർ മിഷൻ USA സഹകരണത്തോടെ നടപ്പിലാക്കി വരുന്ന വീൽ ചെയർ വിതരണ പദ്ധതിക്ക് തുടക്കമായി. സന്നദ്ധ സംഘടനകൾ, ട്രസ്റ്റുകൾ, ക്ലബ്ബുകൾ, സൊസൈറ്റികൾ തുടങ്ങിയവയിൽ നിന്നും ഇതിനായി അപേക്ഷകൾ ക്ഷണിച്ചു. ഈ അപേക്ഷകൾ ഡോക്യുമെന്റ്സ് ക്ലിയർ ആക്കിയിട്ട് കോഴിക്കോട് MMLE റോഡിലെ മലബാറിലെ കേന്ദ്രമായ പ്ലാസ ബിൽഡിംഗ് ഓഫീസിലോ കോട്ടക്കൽ പാലക്കാട് ടൂറിസ്റ്റ് ഹോമിൽ നമ്മുടെ മലബാർ മേഖല കേന്ദ്രത്തിലോ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ സൗജന്യമായിട്ട് രോഗികൾക്ക് നേരിട്ട് ലഭിക്കുന്നതാണ്. ജീവകാരുണ്യ സാമൂഹ്യ സേവന രംഗത്ത് ദീർഘകാലമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് മിഡിൽ ഹിൽ ചാരിറ്റബിൾ സൊസൈറ്റി. ഫ്രീ വീൽ ചെയർ മിഷൻ USA സഹകരണത്തോടെ 300-ലധികം വരുന്ന സംഘടനകളെ കോർത്തിണക്കിയാണ് വീൽ ചെയറുകൾ വിതരണം നടത്തുന്നത്. 2016 വർഷത്തെ വീൽ ചെയർ വിതരണ ലൈബ്രറി നവീകരണ പദ്ധതികൾക്ക് തുടക്കമായതായി മിഡിൽ ഹിൽ ചാരിറ്റബിൾ സൊസൈറ്റി ഭാരവാഹികൾ അറിയിച്ചു. സംഘടനകളെ കൂടാതെ വാർഡുകൾ, പഞ്ചായത്തുകൾ, രാഷ്ട്രീയ പാർട്ടികൾ എന്നിവരിൽ നിന്നും അപേക്ഷകൾ സ്വീകരിക്കും. സംഘടനയുടെ അപേക്ഷകൾ ലെറ്റർ പാഡിൽ 3-ൽ കുറയാതെ ഭാരവാഹികളുടെ ഫോൺ നമ്പർ സഹിതം ജനറൽ സെക്രട്ടറി KT റസാഖ് പുതുപ്പാടി, പ്ലാസ ബിൽഡിംഗ്, MMLE റോഡ്, പാളയം, ഫോൺ 9847768616 എന്ന വിലാസത്തിലോ ഓൺലൈനായുള്ള അപേക്ഷകൾ മിഡിൽ ഹിൽ ചാരിറ്റബിൾ സൊസൈറ്റി @gmail.com എന്ന വിലാസത്തിലോ 15 ദിവസത്തിനകം ലഭിക്കണമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഗുവാഹത്തിയിൽ നടന്ന സൌത്ത് ഏഷ്യൻ ഗെയിംസിൽ വെള്ളി മെഡൽ നേടിയ കോഴിക്കോട് ഇൻകം ടാക്സ് ഓഫീസ് ജീവനക്കാരിയായ KV സജിതയ്ക്ക് സ്വീകരണം നൽകി. ഇൻകം ടാക്സ് വകുപ്പും ജീവനക്കാരും ചേർന്നാണ് സ്വീകരണ പരിപാടി ഒരുക്കിയത്. ഗുവാഹത്തിയിൽ നടക്കുന്ന ദക്ഷിണേന്ത്യൻ ഗെയിംസിൽ 100 മീറ്റർ ഹർഡിൽസിൽ വെള്ളി മെഡൽ നേടിയ സജിത പ്രദീപിന് കോഴിക്കോട് ആദായനികുതി ഓഫീസിൽ സ്വീകരണം നൽകി. മലപ്പുറം പൊന്നാനി സ്വദേശിനിയായ സജിത കണ്ണൂർ സ്പോർട്സ് ഡിവിഷൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്താണ് ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയത്. അവിടുത്തെ പരിശീലകനായ ടോമി ചെറിയാനാണ് സജിതയെ ഹർഡിൽസ് മത്സരങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ പ്രേരിപ്പിച്ചത്. ദേശീയ സീനിയർ അത്ലറ്റിക് മീറ്റിൽ സ്വർണ്ണ മെഡൽ ജേതാവായ സജിത ബംഗളൂരു സായി സെന്ററിലാണ് പരിശീലനം നേടിയത്. ആദായ നികുതി ഓഫീസിലെ ജീവനക്കാരനും അത്ലറ്റുമായ പ്രദീപ് ഗോകുലാണ് ഭർത്താവ്. പ്രദീപിന്റെ കീഴിലാണ് ഇപ്പോൾ പരിശീലനം. 2015 ദേശീയ സീനിയർ അത്ലറ്റിക് മീറ്റിലും ഓപ്പൺ നാഷണൽ മീറ്റിലും മെഡൽ നേടിയിരുന്നു. 1.5 വർഷം മുൻപ് പൂനെ ആദായ നികുതി ഓഫീസിൽ ടാക്സ് അസിസ്റ്റന്റായി ജോലി ലഭിച്ച സജിതയ്ക്ക് കഴിഞ്ഞ വർഷമാണ് കോഴിക്കോട്ടേക്ക് സ്ഥലം മാറ്റം ലഭിച്ചത്. ഇൻകം ടാക്സ് ഓഫീസ് പരിസരത്ത് നടന്ന സ്വീകരണ ചടങ്ങിൽ ആദായ നികുതി കമ്മീഷണർ PN ദേവദാസൻ ഉപഹാരം സമർപ്പിച്ചു. ഒരു പവന്റെ സ്വർണ്ണ നാണയം അഡ്മിനിസ്ട്രേഷൻ ഓഫീസർ PG രാജീവ് സജിതയ്ക്ക് സമ്മാനിച്ചു. അഡീഷണൽ ഇൻകം ടാക്സ് കമ്മീഷണർ MV രുദ്രൻ, ജോയിന്റ് ഇൻകം ടാക്സ് കമ്മീഷണർ KM അശോക് കുമാർ, പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ, ഇൻകം ടാക്സ് ഓഫീസർ സനിൽ ശിവദാസ്, PM ജിഷ എന്നിവർ സംസാരിച്ചു. സജിത പ്രദീപ് മറുപടി പറഞ്ഞു. അതെനിക്ക് വളരെ നിർണായകമായിരുന്നു. നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യാൻ അത് ഉപകാരപ്പെട്ടു. ഇനി കൂടുതൽ എത്താൻ പ്രതീക്ഷിക്കുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. All I need is you by my side, so shine forever, world's finest gold. You will never be far, like stars on the night sky, raining deep in my heart. Chemanur. Bobby Chemanur International Jewelers. നാഷണൽ ഹാൻഡ്ലൂം എക്സ്പോ 2016 കോഴിക്കോട് അരേടത്ത് പാലം ഗ്രൌണ്ടിൽ. ഹാൻഡ്വീവ് മൂല്യവർദ്ധിത ഹാൻഡ്ലൂം തുണിത്തരങ്ങൾ, കോട്ടൺ സാരികൾ, സെറ്റ് മുണ്ടുകൾ, ധോത്തികൾ, കൈലികൾ, കിടക്കവിരികൾ, ഫർണിഷിംഗുകൾ, ഫ്ലോർ മാറ്റുകൾ എന്നിവയുടെ വിപുലമായ ശേഖരം. 1000 രൂപയ്ക്ക് മുകളിലുള്ള ഓരോ വിൽപ്പനയ്ക്കും സമ്മാന കൂപ്പൺ. ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലികൾക്ക് 1000 രൂപ വിലയുള്ള കൈത്തറി വസ്ത്രങ്ങൾ സമ്മാനം. 20% സർക്കാർ റിബേറ്റ്. ആഴ്ചതോറുമുള്ള നറുക്കെടുപ്പിലൂടെ മെഗാ സമ്മാനങ്ങൾ. നാഷണൽ ഹാൻഡ്ലൂം എക്സ്പോ 2016 കോഴിക്കോട് അരേടത്ത് പാലം ഗ്രൌണ്ടിൽ മാർച്ച് 5 വരെ മാത്രം. വാർത്തകൾ തുടരുന്നു. ഗ്ലോബൽ ആയുർവേദിക് ഫെസ്റ്റിവലിന്റെ ഭാഗമായി ലഭിച്ച ഔഷധ സസ്യങ്ങളുടെ നടീൽ കർമ്മം ബേപ്പൂരിൽ നടന്നു. ബേപ്പൂർ ആയുർവേദ ഡിസ്പെൻസറിയിലെ ഡോക്ടർ ഷൈജു ഒല്ലാക്കോട് ഔഷധ സസ്യം നട്ട് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഗ്ലോബൽ ആയുർവേദിക് ഫെസ്റ്റിവലിന്റെ ഭാഗമായി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ബേപ്പൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഔഷധ സസ്യത്തോട്ട നിർമ്മാണം ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി ബേപ്പൂർ ആയുർവേദ ഡിസ്പെൻസറിയിൽ ഡോക്ടർ ഷൈജു ഒല്ലാങ്കോട് ഔഷധ സസ്യ നടീൽ കർമ്മം നിർവഹിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് P സുഭാഷ് അധ്യക്ഷനായിരുന്നു. ഡോക്ടർ MP പത്മനാഭൻ, A ഗോപൻ, T ഹസൻ, M മുഹമ്മദ് കോയ, KP ഹുസൈൻ, TK ഗഫൂർ, OP രാജൻ, KP ശ്രീജിത്ത് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു.
ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് വടകര റീസെന്റ് ട്രെൻഡ്സ് ഇൻ കമ്പ്യൂട്ടേഷണൽ ഇന്റലിജൻസ് ആൻഡ് ഇമേജ് പ്രോസസിംഗ് എന്ന വിഷയത്തിൽ നാഷണൽ കോൺഫറൻസ് നടത്തുന്നു. ഫെബ്രുവരി 22-23 തീയതികളിൽ നടക്കുന്ന കോൺഫറൻസ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ കെ മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്യും. കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് വടകരയിലെ IT, MCA വകുപ്പുകളും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ കമ്പ്യൂട്ടർ സയൻസ് വകുപ്പും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഫെബ്രുവരി 22-23 തീയതികളിൽ യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ EMS സെമിനാർ കോംപ്ലക്സിൽ നടത്തുന്ന നാഷണൽ കോൺഫറൻസിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി കോളേജ് അധികൃതർ പറഞ്ഞു. റീസെന്റ് ട്രെൻഡ്സ് ഇൻ കമ്പ്യൂട്ടേഷണൽ ഇന്റലിജൻസ് ആൻഡ് ഇമേജ് പ്രോസസിംഗ് ആണ് വിഷയം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ കെ മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്യും. വിവിധ വിഷയങ്ങളിൽ പ്രഗത്ഭരുടെ പ്രഭാഷണവും ക്ലാസുകളും നടക്കും. പ്രശസ്തരായ അധ്യാപകർ 40ഓളം പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും. ഇതിന്റെ മുന്നോടിയായി 20 പ്രീ കോൺഫറൻസ് ശില്പശാല നടക്കുമെന്നും കോളേജ് ഭാരവാഹികൾ പറഞ്ഞു. യൂറോപ്യൻ ശൈലിയിലുള്ള ചിത്രങ്ങളുമായി 9ാം ക്ലാസ്സുകാരനായ ഫെറിൻ അസ്ലമിന്റെ ചിത്ര പ്രദർശനത്തിന് ആർട്ട് ഗാലറിയിൽ തുടക്കമായി. പെൻസിലും മെഴുകും ഉപയോഗിച്ച് വരച്ച ചിത്രങ്ങൾ ചരിത്ര കഥകളാണ് തുറന്നുകാട്ടുന്നത്. കണ്ടുമെടുത്ത ചിത്രങ്ങളിൽ നിന്ന് ഏറെ വ്യത്യസ്തമായ ശൈലിയുമായി 9ാം ക്ലാസ്സുകാരൻ ഫെർലിൻ അസ്ലമിന്റെ ചിത്ര പ്രദർശനം കോഴിക്കോട് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ തുടങ്ങി. യൂറോപ്യൻ ചിത്രകാരന്മാരുടെ പാത പിന്തുടർന്ന് യൂറോപ്യൻ ശൈലിയിലാണ് അസ്ലം ചിത്രങ്ങൾ പകർത്തിയിരിക്കുന്നത്. മധുമാസ്റ്റർ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. 2ാം വയസ്സിൽ പെൻസിൽ ഉപയോഗിച്ച് വരച്ചു തുടങ്ങിയ തനിക്ക് പിതാവ് അസ്ലം, മാതാവ് സാഹിറ എന്നിവരാണ് കൂടുതൽ പ്രോത്സാഹനം നൽകിയതെന്ന് ഫെറിൻ പറയുന്നു. നാച്ചുറിനെ ബേസ് ചെയ്ത് വരച്ചതാണ്. എന്നാലും ഒക്കെ നമ്മളെ കേരളീയമായിട്ടൊന്നുമില്ല. ഞാനിപ്പോൾ ഈ ഓയിൽ പേസ്റ്റൽസ് മീഡിയത്തിലാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഓയിൽ പെയിന്റിലേക്ക് മാറണം. കാരണം ഇതിനധികം ലാസ്റ്റ് ചെയ്യില്ല ഈ ഓയിൽ പേസ്റ്റൽസ് എന്ന് പറയുന്നത്. മാത്രമല്ല ഇത് ബ്രഷ് ഉപയോഗിച്ച് ചെയ്യുന്നതല്ല, ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഇതിൽ ചില പിക്ചേഴ്സൊക്കെ ഒരു മാസമൊക്കെ എടുത്ത് ചെയ്തതാണ്. ചിലതൊക്കെ ഒരു 2 വീക്സൊക്കെ എടുക്കും. അത് ഓരോ പിക്ചർ ബേസ് ചെയ്ത് ഓരോ മൂഡ് അനുസരിച്ച് ചെയ്യുന്നതാണ്. മൊണാലിസയും യൂറോപ്യൻ നഗരങ്ങളും അവിടെയുള്ള കെട്ടിടങ്ങളും രാജാക്കന്മാരും സംഗീതവേദികളും മറ്റും ഫെറിൻ തന്റെ ചായക്കൂട്ടുകൾ കൊണ്ട് വരച്ചിട്ടുണ്ട്. പഠനത്തോടൊപ്പം എഴുത്തും ചിത്രം വരെയും ഒരുപോലെ കൊണ്ടുപോകുകയാണ്. മൂടാടി മലബാർ പബ്ലിക് സ്കൂളിലെ 9ാം ക്ലാസ്സുകാരനായ ഫെറിൻ പെൻസിലും മെഴുകിലും ഉപയോഗിച്ച് വരച്ച 22 ചിത്രങ്ങളാണ് പ്രദർശനത്തിൽ ഒരുക്കിയിട്ടുള്ളത്. അടുത്ത മാസം ഫെറിൻ എഴുതിയ പുസ്തകത്തിന്റെ പ്രകാശനവും നടക്കും. 19-ന് പ്രദർശനം സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഫെബ്രുവരി 21 മുതൽ 25 വരെ ആർട്ട് ഗാലറിയിൽ സ്കൂൾ കുട്ടികൾക്കായി പെയിന്റിംഗ് മത്സരവും പ്രദർശനവും സംഘടിപ്പിക്കും. ലോക സമാധാനം എന്ന വിഷയം ആസ്പദമാക്കി സംഘടിപ്പിക്കുന്ന മത്സരത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യ 3 ചിത്രങ്ങൾക്ക് ക്യാഷ് അവാർഡ് നൽകുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ലയൺസ് ക്ലബ്ബ് ഓഫ് കാലിക്കറ്റ് ഡാഫോഡിലിന്റെയും കേരള കാറ്ററിംഗ് ഗ്രൂപ്പിന്റെയും ആഭിമുഖ്യത്തിൽ നടത്തുന്ന ലോക സമാധാനം എന്ന വിഷയത്തെ ആസ്പദമാക്കി സ്കൂൾ കുട്ടികൾക്കായി പെയിന്റിംഗ് കോമ്പറ്റീഷനും പ്രദർശനവും ഫെബ്രുവരി 21 മുതൽ 25 വരെ കോഴിക്കോട് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ നടത്തും. 12x10 പേപ്പറിൽ വരച്ച് ബ്ലാക്ക് ഷീറ്റിൽ ഒട്ടിച്ച രചനകൾ 22-ന് വൈകുന്നേരം 5 മണിക്ക് മുൻപായി ആർട്ട് ഗാലറിയിൽ എത്തിക്കണം. 23 മുതൽ 25 വരെ ചിത്രങ്ങളുടെ പ്രദർശനം അക്കാദമി ആർട്ട് ഗാലറിയിൽ ഉണ്ടാകും. ഇതിൽ നിന്നും തിരഞ്ഞെടുത്ത ആദ്യത്തെ 3 ചിത്രങ്ങൾക്ക് ക്യാഷ് അവാർഡും പിന്നീടുള്ള 5 ചിത്രങ്ങൾക്ക് സർട്ടിഫിക്കറ്റും നൽകും. 25-ാം തീയതി കാലിക്കറ്റ് ഗേറ്റിൽ വെച്ച് സമ്മാനദാനം നടത്തുമെന്നും ലയൺസ് ക്ലബ്ബ് ഭാരവാഹികളായ PK രാധാകൃഷ്ണൻ, വിനോദ് കുമാർ K തുടങ്ങിയവർ പറഞ്ഞു. ബഹിരാകാശ ഗവേഷണ പദ്ധതിയുടെ ഭാഗമായ സാങ്കേതിക വിദ്യകൾ പൊതുജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ VSSC പ്രതിജ്ഞാബദ്ധമാണെന്ന് ഡോക്ടർ K ശിവൻ. കോഴിക്കോട് പ്രസ് ക്ലബ്ബിലെ മുഖാമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വാഹനം ഓടുന്ന ശക്തിയിൽ തന്നെ ബാറ്ററി ചാർജ് ചെയ്യാൻ കഴിയുന്ന നൂതന സംവിധാനമായ ഹൈബ്രിഡ് വെഹിക്കിൾ നിർമ്മാണം അവസാന ഘട്ടത്തിലാണെന്ന് വിക്രം സാരാഭായ് സ്പേസ് സെന്റർ ഡയറക്ടർ ഡോക്ടർ K ശിവൻ പറഞ്ഞു. കോഴിക്കോട് പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. ബാറ്ററി ഉപയോഗിച്ച് വാഹനം ഓടുമ്പോൾ തന്നെ ബാറ്ററി ചാർജ് ആകുന്നതോടെ എത്ര കിലോമീറ്റർ വേണമെങ്കിലും വാഹനം ഓടിക്കാൻ കഴിയും. ഇത്തരത്തിൽ ബസ്സുകളും ജനകീയ വാഹനങ്ങളും നിരത്തിലിറക്കാനാണ് ഉദ്ദേശിക്കുന്നത്. വലിയ കയറ്റങ്ങളും മറ്റും ബാറ്ററി ചാർജ് ഉപയോഗിച്ച് കയറാൻ വാഹനങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. അത്തരം സന്ദർഭങ്ങളിലും സ്റ്റാർട്ടിംഗിലും പെട്രോളോ ഡീസലോ ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലാണ് വാഹനം വികസിപ്പിക്കുന്നത്. വാഹനം നിശ്ചിത വേഗത്തിൽ ഓടിത്തുടങ്ങിയാൽ ബാറ്ററിയുമായി ബന്ധിപ്പിക്കും. വിക്രം സാരാഭായ് ബഹിരാകാശ കേന്ദ്രത്തിന്റെ ജനസമ്പർക്ക പരിപാടിയുടെ ഭാഗമായി IIM-ൽ 1000 ചതുരശ്ര അടിയിലേറെ വിസ്തീർണത്തിൽ ഒരു പവലിയൻ നിർമ്മിച്ചിട്ടുണ്ട്. ഇതിന്റെ ഉദ്ഘാടനം ചൊവ്വാഴ്ച നടന്നു. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ തുടക്കം മുതൽ ഭാവി പദ്ധതികളെക്കുറിച്ച് വരെ വിശദമായി പ്രതിപാദിക്കുന്നതാണ് കോഴിക്കോട് IIM-ൽ സ്ഥാപിച്ച പവലിയൻ. കേരളത്തിലും ചെന്നൈയിലും സ്ഥിരം പ്രദർശന സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും മലബാറിലെ ആദ്യത്തെ സംരംഭമാണിത്. VSSC TTDG ഗ്രൂപ്പ് തലവൻ SR വിജയമോഹൻകുമാർ, ഡോക്ടർ MG ശ്രീകുമാർ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.
കുറവങ്ങാട്ടെ മഹാത്മാഗാന്ധി നെയ്ത്ത് കേന്ദ്രം തുറന്നു പ്രവർത്തിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. 1997 ആരംഭിച്ച കേന്ദ്രത്തിലെ തുണിത്തരങ്ങൾക്ക് ഏറെ ആവശ്യക്കാരുണ്ടായിരുന്നു. എന്നാൽ യഥാർത്ഥ വിപണി കണ്ടെത്താനാവാത്തത് ഇതിന്റെ തകർച്ചയ്ക്ക് കാരണമായി. കൊയിലാണ്ടി കുറവങ്ങാട് മഹാത്മാഗാന്ധി വ്യൂവേഴ്സ് ഇൻഡസ്ട്രിയിൽ പ്രവർത്തനം നിലച്ചിട്ട് വർഷങ്ങളായി. ബന്ധപ്പെട്ട വ്യവസായ വകുപ്പ് സ്ഥാപനത്തെ കൈയൊഴിഞ്ഞ നിലയിലാണ്. 1997 അന്നത്തെ ധനകാര്യമന്ത്രി ശിവദാസ മേനോനാണ് ഈ സ്ഥാപനം ഉദ്ഘാടനം ചെയ്തത്. 60 സെന്റ് സ്ഥലത്ത് SC/ST വിഭാഗത്തിലെ തൊഴിൽരഹിതരായ യുവതീ യുവാക്കൾക്ക് തൊഴിൽ നൽകാനായിരുന്നു പദ്ധതി. പദ്ധതി നടത്തിപ്പിനായി സൊസൈറ്റിയും പ്രവർത്തിച്ചിരുന്നു. 25 മഗ്ഗും അനുബന്ധ സംവിധാനങ്ങളും ഒരുക്കിയാണ് പ്രവർത്തനം തുടങ്ങിയത്. അസംസ്കൃത വസ്തുക്കളായ നൂലും ചായവും കണ്ണൂരിൽ നിന്നാണ് എത്തിച്ചത്. ആദ്യ ബാച്ചിൽ 25 വനിതകൾ പരിശീലനം നേടി. ബെഡ്ഷീറ്റ്, തോർത്ത്, ടവൽ, ചവിട്ടി, ലുങ്കി തുടങ്ങിയവയാണ് നെയ്തത്. ബെഡ്ഷീറ്റ് കണ്ണൂരിൽ വെച്ച് പ്രിന്റ് അടിച്ചാണ് വിൽപ്പന. നാട്ടിൽ ഉപഭോക്താക്കൾ ഏറെയായിരുന്നു. ഓരോ സ്ത്രീ തൊഴിലാളികൾക്കും ദിവസം 30 മുതൽ 50 രൂപ വരെയാണ് പ്രതിഫലം. കൃഷിപ്പണിക്ക് 300 രൂപ കൂലി കിട്ടുമ്പോഴാണ് സ്ത്രീകളിവിടെ ബുദ്ധിമുട്ടി ജോലി ചെയ്തത്. ഒരു സ്ഥിരം തൊഴിൽ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കമ്പനി പൂട്ടുന്നതുവരെ ജോലി ചെയ്തതെന്ന് ആദ്യകാലത്ത് പരിശീലനം നേടിയ പുല്ലങ്കോട് അമ്മാള് പറയുന്നു. അപ്പോൾ 25 ആള് അവിടെ പണിക്കുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അവിടെ സ്ഥിരമായിട്ട് ജോലി തന്നു. ഞങ്ങൾക്ക് 25 ആൾക്ക് ജോലി തന്ന് പിന്നെ കുറേ കാലം അവിടെ ജോലി ചെയ്ത് പിന്നെ പണിയൊന്നുമില്ലാതെയൊക്കെയായി. നൂലൊന്നും വാങ്ങാൻ പൈസയൊന്നുമില്ല. അതുകൊണ്ട് പിന്നെ ഞങ്ങൾക്കൊന്നും പൈസ തരാനില്ലാത്തതുകൊണ്ട് ആണ് നിന്ന് പോയത്. 10 വർഷം മുൻപ് ഉൽപ്പാദിപ്പിച്ച പുതപ്പ്, ലുങ്കി മുതലായവ കമ്പനിക്ക് ചുറ്റുമുള്ള വീടുകളിൽ ഇപ്പോഴും നിറമങ്ങാതെ കാണാമെന്നും അവർ പറയുന്നു. മാർക്കറ്റിൽ ഇറങ്ങുന്ന തുണിയോട് മത്സരിക്കാൻ കഴിയുന്നവയാണ് തങ്ങൾ ഉൽപ്പാദിപ്പിച്ച തുണികളെന്നും തൊഴിലാളികൾ പറഞ്ഞു. എന്നാൽ മാർക്കറ്റിൽ സൗകര്യമില്ലാത്തത് വിപണനത്തെ കാര്യമായി ബാധിക്കുകയും പതുക്കെ കമ്പനി അടച്ചുപൂട്ടലിലേക്ക് നീങ്ങുകയും ചെയ്തു. കമ്പനി തുറന്നു പ്രവർത്തിപ്പിക്കുവാൻ നിരവധി തവണ ഉത്തരവാദിത്തപ്പെട്ടവരോട് ആവശ്യപ്പെട്ടെങ്കിലും മറുപടിയൊന്നും ഉണ്ടായില്ലെന്നും ഇവർ പറയുന്നു. റിബാറ്റ് കിട്ടുന്ന സമയത്ത് ഇവിടെ വിൽപ്പന നടത്തലുള്ളൂ, അല്ലാണ്ട് വിൽപ്പന നടത്തില്ല. പിന്നെ ആവശ്യക്കാരൊക്കെ വന്നാൽ അവർ കൊടുക്കും. പക്ഷെ സബ്സിഡി ഇല്ലാത്തതുകൊണ്ട് വലിയ ആവശ്യക്കാർ വരികയിലാണ്. അപ്പോൾ സബ്സിഡി ഉള്ളപ്പോൾ കുറഞ്ഞ റേറ്റിൽ എപ്പോഴും കൊടുത്താൽ അവർക്കിട്ട് ഇതാവുകയില്ലേ. നിലവിലുള്ള മഗ്ഗുകൾ ചിതലെടുത്ത് നശിക്കുകയാണ്. കമ്പനി വളപ്പ് കാട് പിടിച്ചു കിടക്കുന്നു. വിശാലമായ ചായ മുക്കുന്ന ഹാൾ യുവാക്കൾക്ക് ഇപ്പോൾ കരാട്ടെ പരിശീലനത്തിനായി വിട്ടുകൊടുത്തിരിക്കുകയാണ്. ദലിതരുടെ സാമൂഹികവും സാമ്പത്തികവുമായ വളർച്ചയ്ക്കായി നടപ്പിലാക്കിയ പദ്ധതിയാണ് ഇപ്പോൾ തകർന്നത്. സൗകര്യപ്രദമായ ഈ കെട്ടിടം ഉപയോഗിച്ച് പട്ടികജാതി വിഭാഗങ്ങൾക്ക് പുതിയ തൊഴിൽ സംരംഭങ്ങൾ കണ്ടെത്താൻ നടപടി വേണമെന്നാണ് സെക്രട്ടറി പറയുന്നത്. ന്യൂസ് ബ്യൂറോ, കൊയിലാണ്ടി. എഞ്ചിനീയറിംഗ് മെഡിക്കൽ പ്രവേശന പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കായി ടിപ്സ് മോഡൽ എൻട്രൻസ് പരീക്ഷ നടത്തുന്നു. മാർച്ച് 31 സംസ്ഥാനത്തെ 100-ലധികം കേന്ദ്രങ്ങളിൽ പരീക്ഷ നടക്കുമെന്ന് MSM ഭാരവാഹികൾ പറഞ്ഞു. ടിപ്സ് അഥവാ ടെസ്റ്റ് ടു ഇൻസ്പയർ പ്രീ പ്രൊഫഷണൽസ് എന്ന പേരിൽ സംസ്ഥാന സമിതി സംഘടിപ്പിക്കുന്ന എഞ്ചിനീയറിംഗ് മെഡിക്കൽ മോഡൽ എൻട്രൻസ് പരീക്ഷയുടെ 7ാമത് പരീക്ഷയാണ് ഈ വരുന്ന മാർച്ച് 31 നടക്കുന്നത്. കേരളത്തിന് പുറമെ ഗൾഫ് രാജ്യങ്ങളിലൂടെ പരീക്ഷ നടക്കുന്നുണ്ട്. മാർച്ച് 31 കേരളത്തിലും 25 ഇന്ത്യക്ക് പുറത്തുമാണ് നടക്കുന്നത്. എക്സാം സിറ്റി സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. വാർത്തകൾ ചുരുക്കത്തിൽ. PKC ഫ്രൂട്ട് വേൾഡിന്റെ ആഭിമുഖ്യത്തിൽ ഗ്രീൻ ലീവ്സിന്റെ സഹകരണത്തോടെ ഫെബ്രുവരി 17 മുതൽ 20 വരെ കണ്ടംകുളം ജൂബിലി ഹാളിൽ വെച്ച് ഫ്രൂട്ട് ആൻഡ് കിച്ചൺ എക്സ്പോ സംഘടിപ്പിക്കുന്നു. മേള ഫെബ്രുവരി 17 കോഴിക്കോട് മേയർ VKC മുഹമ്മദ് കോയ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകരായ PKC മജീദ്, PKC നവാസ്, AK ബിന്ദു തുടങ്ങിയവർ പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സർക്കാരിന്റെ നിഷേധാത്മക നിലപാടിൽ പ്രതിഷേധിച്ച് വ്യാപാരികൾ കടകളടച്ച് പണിമുടക്കി. നഗരത്തിൽ പണിമുടക്ക് പൂർണ്ണം. ദേശീയ നഗര ഉപജീവന മിഷൻ പദ്ധതിയിൽ ഉൾപ്പെട്ട റിവോൾവിംഗ് ഫണ്ടുകൾ വിതരണം ചെയ്തു. ലക്ഷ്യം നഗര ദരിദ്രരുടെ പ്രശ്നങ്ങൾ ലഘൂകരിക്കൽ. ക്യാൻസറിനെ കുറിച്ചുള്ള മിഥ്യാധാരണകൾക്ക് ദൂരീകരണം നൽകി ക്യാൻസർ ബോധവൽക്കരണ പരിപാടികൾ കോഴിക്കോട്ട്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.